ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിനുള്ള കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പോളജി ഓഫ് ക്വസ്റ്റ്യൻ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഒരു കേസ് തന്നിട്ടുണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ട് 4 or 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ ആൻസർ ചെയ്യാം. ഫിസിക്സിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ കുറച്ച് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും ഈ ഒരു ടൈപ്പോളജി ഓഫ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 3 ഇമ്പോർട്ടന്റ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പാർട്ട് 2 കൂടെ ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോ ബോർഡ് എക്സാമിന് ഏത് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓരോ ആൻസറും നമ്മൾ എങ്ങനെയാണ് എത്തുന്നത് എന്നൊന്നും കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റൊരു ചോദ്യം വന്നാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അധികം സമയം കളയണ്ട, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, സാധാരണ ബോർഡ് എക്സാമിന് വരുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കെ തരും. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും 4 ആൻസർ ചെയ്യാനാണ് നമ്മളോട് പറയാം. പക്ഷെ വീഡിയോയുടെ ഭാഗമായിട്ട് നമുക്ക് 5 എണ്ണത്തിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഇവിടെ ഫസ്റ്റത്തെ കേസ് സ്റ്റഡി ഇതാണ്. ദ ഫോളോയിങ് ഡയഗ്രാം ഡിസ്പ്ലേസ് എ കെമിക്കൽ റിയാക്ഷൻ. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. ഇത് സൺലൈറ്റിന്റെ പ്രസൻസിൽ സിൽവർ ക്ലോറൈഡ് റിയാക്ട് ചെയ്യുന്നു. എന്താ സംഭവിക്കുക? സൺലൈറ്റിന്റെ പ്രസൻസിൽ സിൽവർ ക്ലോറൈഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീകമ്പോസിഷൻ നടന്നിട്ട് സിൽവറും ക്ലോറിനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇനി ഈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The type of chemical reaction that will take place is, ഞാൻ പറഞ്ഞു ഇവിടെ സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ആണ് ചെയ്യുന്നത്. ഡീകമ്പോസിഷൻ റിയാക്ഷന് പലപ്പോഴും ഒരു എക്സ്റ്റേണൽ ഏജന്റിന്റെ ഹെൽപ്പ് ആവശ്യമുള്ളതാണ്. ചില റിയാക്ഷൻ നടക്കാനായിട്ട് സൺലൈറ്റിന്റെ പ്രസൻസ് വേണം. ചില റിയാക്ഷൻ നടക്കാനായിട്ട് നമ്മൾ ചൂടാക്കേണ്ടി വരും, ഹീറ്റ് കൊടുക്കേണ്ടി വരും. സം റിയാക്ഷൻ റിക്വയർസ് ഇലക്ട്രിക്കൽ എനർജി. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫാക്ടറും കൂടെ ഉണ്ടെങ്കിലാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻസ് വളരെ പെട്ടെന്ന് നടക്കുന്നത്. ഇവിടെ സിൽവർ ക്ലോറൈഡ് ചുമ്മാ വെച്ചിരുന്നു കഴിഞ്ഞാൽ സിൽവറും ക്ലോറിനും ആയിട്ട് മാറില്ല. സൺലൈറ്റിന്റെ പ്രസൻസ് അത്യാവശ്യമാണ്. അപ്പൊ ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം അതിനൊരു സ്പെഷ്യൽ പേരും കൂടെ ഉണ്ട്. എന്താണത്? ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ എന്നാണ് അതിന്റെ പേര്. ഓക്കെ, അപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് കളർ ചേഞ്ച് ഈസ് ഒബ്സർവ്ഡ് ഇൻ സിൽവർ ക്ലോറൈഡ്? സിൽവർ ക്ലോറൈഡിന്റെ കളർ വൈറ്റ് ആണ്. അത് റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? സിൽവറും ക്ലോറിനും. സിൽവർ, പ്യുവർ സിൽവറിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. പക്ഷെ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ആ ട്രേയിൽ തന്നെ സിൽവർ ക്ലോറൈഡും ഉണ്ട്. അത് റിയാക്ട് ചെയ്താണ് സിൽവർ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ ആയിട്ടാണ് നമുക്ക് പ്രോഡക്റ്റിനെ കാണാൻ പറ്റുക. അതായത് റിയാക്ടൻസ് എടുക്കുന്ന സമയത്ത്, സിൽവർ ക്ലോറൈഡ് എടുക്കുന്ന സമയത്ത് അതൊരു വൈറ്റ് ആയിരിക്കും, അത് ഒരു ഗ്രേ കളറിലോട്ട് മാറുന്നതാണ് കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. സിൽവർ ക്ലോറൈഡ് ടേൺസ് വൈറ്റ് എന്നല്ല, സിൽവർ ക്ലോറൈഡിന്റെ കളർ ആണ് വൈറ്റ്. സിൽവർ ക്ലോറൈഡ് ടേൺസ് ബ്രൗൺ അല്ല. സിൽവർ ക്ലോറൈഡ് ഷോസ് നോ കളർ ചേഞ്ച്, അതും റോങ് ആണ്. ഓപ്ഷൻ ഡി, വൈറ്റ് സിൽവർ ക്ലോറൈഡ് ചേഞ്ചസ് ടു ഗ്രേ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ദ കറക്റ്റ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഇൻവോൾവ്സ് വാട്ട്? സിൽവർ ക്ലോറൈഡ് ആണ് എന്ത് പറയുന്നത്, ഡീകമ്പോസ് ചെയ്യുന്നത്. അപ്പൊ റിയാക്ടൻസ് ആയിട്ട് നമുക്ക് എഴുതേണ്ടത് സിൽവർ ക്ലോറൈഡ് ആണ്. സിൽവർ ക്ലോറൈഡിന്റെ ഫോർമുല ഇസ് AgCl. അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ ഓപ്ഷൻ ബിയും സിയും റൂൾ ഔട്ട് ചെയ്യാം. ഇത് റോങ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഓപ്ഷൻ ബിയില് സിൽവറും ക്ലോറിനും മിക്സ് ആവുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, റിയാക്ടൻസ് ആയിട്ട് എഴുതേണ്ടത് സിൽവർ ക്ലോറൈഡ് ആണ്. രണ്ടാമത്തേല് AgCl2 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓപ്ഷൻ സിയില് AgCl എന്നുള്ളതാണ് സിൽവർ ക്ലോറൈഡിന്റെ കൃത്യമായിട്ടുള്ള കെമിക്കൽ ഫോർമുല. അപ്പോൾ ബിയും സിയും എല്ലാം നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എയിൽ നോക്കാം, ബാലൻസ്ഡ് ആണോ എന്നുള്ളത്. എന്താ ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷന്റെ പ്രത്യേകത? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. അതായത് റിയാക്ടൻസിന്റെയും പ്രോഡക്ട്സിലും എലമെന്റ്സിന്റെ എണ്ണം കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ റിയാക്ടൻസിൽ 2 Ag ഉണ്ട്, പ്രോഡക്റ്റിലും 2 Ag ഉണ്ട്. റിയാക്ടൻസിൽ 2Cl ഉണ്ട്, പ്രോഡക്റ്റിലും 2Cl ഉണ്ട്. അപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇനി ഡിയിലോട്ടൊന്ന് നോക്കാം എന്താണ് അവിടുത്തെ മിസ്റ്റേക്ക് എന്നുള്ളത്. ഇനി എയും ഡിയും കറക്റ്റ് ആണോ എന്ന് അറിയില്ലല്ലോ. AgCl റിയാക്ടൻസ് അത് കറക്റ്റ് ആണ്. പക്ഷെ ഈ പ്രോഡക്റ്റിൽ വന്നപ്പോൾ 2 Ag ഉണ്ട്, റിയാക്ടന്റിലാണെങ്കിലോ 1 Ag ഉള്ളൂ. വിച്ച് മീൻസ് ഇറ്റ് ഇസ് നോട്ട് എ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. അപ്പൊ ഓപ്ഷൻ എ മാത്രമാണ് ഇവിടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിട്ട് വന്നിരിക്കുന്നത്.
നാലാമത്തെ ക്വസ്റ്റ്യൻ, when decomposition is carried out by heating, it is known as what? നമ്മൾ decomposition is carried out in the presence of sunlight ന് പറഞ്ഞ പേരാണ് photochemical decomposition എന്നുള്ളത്. ഇനി decomposition ഹീറ്റ് എനർജി ആവശ്യമുള്ള ഡീകമ്പോസിഷൻ റിയാക്ഷൻസിന് പറയുന്ന പേരാണ് ഹീറ്റ് ഡീകമ്പോസിഷൻ എന്നല്ല, തെർമൽ ഡീകമ്പോസിഷൻ. ഇതും നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഒരു പേര് തന്നെയാണ്. അടുത്ത ചോദ്യം, ദ അതർ സിൽവർ സോൾട്ട് വിച്ച് ബിഹേവ്സ് ലൈക്ക് സിൽവർ ക്ലോറൈഡ് ഇൻ സൺലൈറ്റ്. സിൽവർ ക്ലോറൈഡ് ഡീകമ്പോസ് ചെയ്ത് സിൽവറും ക്ലോറിനും ആയതുപോലെ സൺലൈറ്റിന്റെ പ്രസൻസിൽ ഇതുപോലെ ഡീകമ്പോസ് ചെയ്യുന്ന സിൽവറിന്റെ മറ്റൊരു കോമ്പൗണ്ട് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്, സിൽവർ ബ്രോമൈഡ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് സിൽവർ ബ്രോമൈഡിന്റെ ഡീകമ്പോസിഷൻ ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ടു ഗിവ് സിൽവർ ആൻഡ് ബ്രോമിൻ. അപ്പൊ സിൽവർ ബ്രോമൈഡ് എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോ ഒന്നാമത്തെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യന്റെ 5 സബ് ക്വസ്റ്റ്യൻസ് നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് ആൻസർ ചെയ്തു അല്ലെ. അടുത്ത കേസ് എന്താണെന്ന് നോക്കാം. വളരെ ഭംഗിയുള്ള ഒരു മോണ്യുമെന്റ് ഒക്കെ തന്നിട്ടുണ്ട് ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട്. ചോദ്യം ഇതാണ്, മാർബിൾസ് പോപ്പുലാരിറ്റി ബിഗാൻ ഇൻ ഏൻഷ്യന്റ് റോം ആൻഡ് ഗ്രീസ് where white and off-white marble were used to construct a variety of structures from hand-held sculptures to massive pillars and buildings. റോമിലും ഗ്രീസിലൊക്കെ ആൻഷ്യന്റ് ബിൽഡിംഗ്സ് ഒക്കെ കൂടുതലും മാർബിൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലൊരു മാർബിൾ മോണ്യുമെന്റിന്റെ പിക്ചറും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആണ്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ കമന്റ് ആയിട്ട് എഴുതും കേട്ടോ. The substance not likely to contain calcium carbonate is dash. മാർബിള്, സീഷൽ, അതിലെല്ലാം കാൽഷ്യം കാർബണേറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ഡോളമൈറ്റ് നിങ്ങൾക്ക് അധികം ഫെമിലിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അല്ല, പക്ഷേ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഇവിടെ ഉണ്ട്. ആരാണ്? ജിപ്സം. ജിപ്സം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രേറ്റഡ് കാൽഷ്യം സൾഫേറ്റ് ആണ് അല്ലെ. CaSO4.2H2O എന്നാണ് ജിപ്സത്തിന്റെ പേര്. അതിനകത്ത് കാൽഷ്യം കാർബണേറ്റ് ഇല്ല. കാർബണേറ്റ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അപ്പൊ ജിപ്സം ആണ് നമ്മളുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, a student added 10 gram of calcium carbonate in a rigid container, secured it tightly and started to heat it. After some time an increase in pressure was observed. അതായത് കാൽഷ്യം കാർബണേറ്റിനെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ട് ഹീറ്റ് ചെയ്ത സമയത്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നോട്ടീസ് ചെയ്തു. The pressure reading was then noted at intervals of 5 minutes and plotted against time. അതായത് ഓരോ 5 മിനിറ്റ്സിലും പ്രഷർ ഡിഫറൻസ് നോട്ട് ചെയ്തിട്ട് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തു. ഗ്രാഫ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഡ്യൂറിംഗ് വിച്ച് ടൈം ഇന്റർവൽ ഡിഡ് മാക്സിമം ഡീകമ്പോസിഷൻ ടേക്ക് പ്ലേസ്. ഇവിടെ പ്രഷർ കൂടുന്നത് ഒരു ഗ്യാസ് ഇവോൾവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ കൂടുതൽ ഡീകമ്പോസിഷൻ നടക്കുമ്പോഴാണ് കൂടുതൽ എമൗണ്ട് ഓഫ് ഗ്യാസ് ഇവോൾവ് ചെയ്യുക. അറ്റ് ദാറ്റ് ടൈം there will be more pressure difference. പ്രഷർ എന്നല്ല നമ്മൾ നോക്കേണ്ടത്, പ്രഷർ ഡിഫറൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെയാണോ അവിടെയാണ് മാക്സിമം ഡീകമ്പോസിഷൻ നടന്നിട്ടുണ്ടാവുക. ഇപ്പൊ നമ്മൾ 0 to 5, 5 to 10, 10 to 15 and 15 to 20 ഇങ്ങനെയുള്ള ടൈം ഇന്റർവൽ നോക്കുമ്പോൾ ഏറ്റവും സ്റ്റീപ്പർ ആയിട്ടുള്ള ലൈൻ വന്നിരിക്കുന്നത് 0 to 5 അല്ലെ. ഇവിടെ നമുക്ക് അധികം പ്രഷർ ഡിഫറൻസ് ഇല്ല. ഈ 10 to 15 നമുക്ക് പ്രഷർ ഡിഫറൻസ് ഇല്ല എന്ന് തന്നെ പറയാം അല്ലെ. ഒരു 1ന്റെ തൊട്ട് താഴെയായിരുന്നു പ്രഷർ, പിന്നെ അത് 1 ആയിട്ട് മാറി. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രഷർ ഡിഫറൻസ് വന്നിട്ടുള്ളത് ഏത് ടൈം ഇന്റർവലാണ്? ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0 to 5 minutes. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി, പ്രഷർ ഡിഫറൻസ് ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതാണോ അവിടെയായിരിക്കും മാക്സിമം ഡീകമ്പോസിഷൻ നടക്കുക. അപ്പൊ ഇവിടെ 0 to 5 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത്, ഗ്യാസ് എ ഒബ്റ്റെയിൻഡ് എബവ്. ഒബ്റ്റെയിൻഡ് എബവ് എന്ന് വെച്ചാൽ നമ്മൾ ആ റിയാക്ഷൻ ഒന്നുകൂടെ നോക്കുക. എന്താ പറഞ്ഞിരുന്നത്? കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കി എന്നാണ് പറഞ്ഞത് അല്ലെ. കാൽഷ്യം കാർബണേറ്റിന്റെ റിയാക്ഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? ഇറ്റ് ഗെറ്റ്സ് ഡീകമ്പോസ്ഡ് ഇൻ ടു കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്യാസ് എ ഒബ്റ്റെയിൻഡ് എബവ്. അപ്പൊ ഇവിടെ ഏതാണ് ഗ്യാസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? കാർബൺ ഡയോക്സൈഡ് ആണ് ഗ്യാസ് അല്ലെ. ഈ കാർബൺ ഡയോക്സൈഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? is a reactant for a very important biochemical process which occurs in presence of sunlight. കാർബൺ ഡയോക്സൈഡ് ആവശ്യമുള്ള ബയോകെമിക്കൽ പ്രോസസ് ഏതാണ്? എല്ലാവർക്കും അറിയുന്നതാണ്. ഫോട്ടോസിന്തസിസിൽ ആവശ്യമുള്ള ഗ്യാസ് കാർബൺ ഡയോക്സൈഡും ഫോട്ടോസിന്തസിസിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ഓക്സിജനുമാണ്. അപ്പൊ ഇവിടെ ഫോട്ടോസിന്തസിസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നാലാമത്തെ ചോദ്യം, മാർബിൾ സ്റ്റാച്യൂസ് ആർ കൊറോഡഡ് ഓർ സ്റ്റെയിൻഡ് റെയിൻ വാട്ടർ. ഐഡന്റിഫൈ ദ മെയിൻ റീസൺ. ഇവിടെ നമുക്കൊരു മാർബിൾ സ്റ്റാച്യൂന്റെ പിക്ചർ തന്നിട്ടുണ്ട്. 1908 നമുക്കതൊരു ലേഡിയുടെ സ്റ്റാച്യു ആണെന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പക്ഷെ 1969 ആയപ്പോഴേക്കും അത് കൊറോഡ് ചെയ്ത് എന്താണ് രൂപം എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ മാർബിൾ സ്റ്റാച്യൂസ് റെയിൻ വാട്ടറിൽ ഇങ്ങനെ കൊറോഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഐഡന്റിഫൈ ദ മെയിൻ റീസൺ. നമുക്ക്
വാട്ടർ പൊല്യൂഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, കുഞ്ഞു ക്ലാസ് മുതലേ കേൾക്കുന്നതാണ്. വാട്ടർ പൊല്യൂഷൻ സംഭവിക്കുന്നത് അറ്റ്മോസ്ഫിയറിൽ സൾഫർ, നൈട്രജൻ, കാർബൺ ഇതെല്ലാം ഉണ്ട്. ഇത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൾഫർ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതുപോലെയുള്ള ഓക്സൈഡ്സ് ഉണ്ടാവും. ഇത് റെയിൻ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ആസിഡ്സ് ആയിട്ട് മാറും. അതായത് സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ് ഇതുപോലെയുള്ള ആസിഡ്സ് ഒക്കെയാണ് ഉണ്ടാവുന്നത്. ഇതാണ് നമ്മൾ ആസിഡ് റെയിൻ എന്നാണ് പറയാം. അപ്പൊ ഇവിടെ റീസൺസ് വായിക്കുമ്പോൾ ഡീകമ്പോസിഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ് ടു കാൽഷ്യം ഓക്സൈഡ് അല്ല, polluted water is basic അല്ല, polluted water is acidic in nature, hence it reacts with calcium carbonate എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കാൽഷ്യം ഓക്സൈഡ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു കാൽഷ്യം ബൈ ഹീറ്റിംഗ്. കാൽഷ്യം ഓക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വാട്ട് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം മെറ്റൽ, സോഡിയം മെറ്റലിന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡ് വിൽ ബി റെഡ്യൂസ് ടു കാൽഷ്യം ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിച്ച് കോമ്പൗണ്ട് വുഡ് ആക്ട് ആസ് എൻ ഓക്സിഡൈസിങ് ഏജന്റ്. ഏത് സബ്സ്റ്റൻസ് ആണോ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതായിരിക്കും ഓക്സിഡൈസിങ് ഏജന്റ്. അതുപോലെ ഏത് സബ്സ്റ്റൻസ് ആണോ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയാം. ഇവിടെ ഓക്സിഡൈസിങ് എന്ന് വെച്ചാൽ എന്താ? ലൂസിങ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ ലൂസ് ചെയ്യുന്നത് ആരാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ് ഓക്സിജൻ ലൂസ് ചെയ്തിട്ട് കാൽഷ്യം ആയിട്ട് മാറിയത്. അല്ലെങ്കിലും ചോദ്യം ഒന്ന് കൃത്യമായിട്ട് വായിച്ചാൽ നമുക്കറിയാം കാൽഷ്യം ഓക്സൈഡ് ക്യാൻ ബി റെഡ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ് എന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പൊ റെഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൾ ആരാണോ അയാളായിരിക്കണം ആര്? ഓക്സിഡൈസിങ് ഏജന്റ്. സോ ആർ ആൻസർ ഇസ് കാൽഷ്യം ഓക്സൈഡ്. അപ്പൊ രണ്ട് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസും നമുക്ക് മനസ്സിലായി. മൂന്നാമത്തെ കേസ് കുറച്ച് വലുതാണ്, നമുക്ക് കേസ് ഒന്ന് സ്റ്റഡി ചെയ്ത് നോക്കാം. ദ ഫിസിക്കൽ സ്റ്റേറ്റ്സ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ യൂസിങ് സിംബൽസ്. ഇത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ടെക്സ്റ്റ് ബുക്കിലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. റിയാക്ഷൻസ് എഴുതുന്ന സമയത്ത് ബ്രാക്കറ്റിൽ എസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് കോമ്പൗണ്ട് ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. എൽ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ജി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ് ആണ്. എ ക്യു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് അക്വസ് സൊല്യൂഷൻ എന്നാണ്. അക്വസിന്റെ മീനിങ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റിയാക്ടന്റ് ഓർ പ്രോഡക്റ്റ് ഇസ് പ്രസന്റ് ആസ് എ സൊല്യൂഷൻ ഇൻ വാട്ടർ. ഒരു വാട്ടറിലുള്ള സൊല്യൂഷൻ ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത്? അക്വസ് എന്ന് എഴുതാൻ പറ്റുന്നത്. ഇനി പ്യുവർ ആയിട്ട് സോളിഡ് ആകുമ്പോഴാണ് നമ്മൾ എസ് എന്ന് എഴുതാം. പ്രിസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു റിയാക്ഷൻ നടന്നു, അതിനകത്ത് ഒരു സൊല്യൂഷനകത്ത് ഡിസോൾവ് ചെയ്യപ്പെടാതെ താഴെ അടിഞ്ഞു കിടക്കുന്ന സെഡിമെന്റ് പോലെയുള്ള, അത് സോളിഡ് ആണ് പക്ഷെ അതൊരു ലിക്വിഡിനകത്ത് അൺഡിസോൾവ് ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ അതിനെ പ്രിസിപ്പിറ്റേറ്റ് എന്നാണ് വിളിക്കാം. പ്രിസിപ്പിറ്റേറ്റ്സ് വരുന്ന സമയത്ത് എസ് എന്നുള്ള സിംബലിനേക്കാളും ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഒരു ഡൗൺവേർഡ് ആരോ മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെയാണ് ഗ്യാഷ്യസ് സ്റ്റേറ്റിന് നമ്മൾ ജി എന്നാണ് കൊടുക്കുക. ഇനി ഇൻ കേസ് ഒരു റിയാക്ഷനിൽ ഗ്യാസ് ഇവോൾവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവോൾവ് ഗ്യാസ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോ ഒരു സോഡിയം മെറ്റൽ റിയാക്ട്സ് വിത്ത് ആൻ ആസിഡ്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി ഇവോൾവ് എന്ന് പറയും. അല്ലെങ്കിൽ സിങ്ക് റിയാക്ട്സ് വിത്ത് HCl, ഹൈഡ്രജൻ ഗ്യാസ് വിൽ ബി ഇവോൾവ്. അതായത് ഗ്യാസ് പുറത്തേക്ക് വരുന്നു, പുറന്തള്ളപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. അങ്ങനെ വരുമ്പോൾ എവല്യൂഷൻ ഓഫ് ഗ്യാസിന് നമ്മൾ ജി എന്നുള്ള സിംബലിനേക്കാളും, ജി എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളത് ഒരു അപ്വേർഡ് ആരോ മാർക്ക് ഇടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അപ്വേർഡ് ആരോ മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് എവല്യൂഷൻ ഓഫ് ഗ്യാസ്. ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്ക് കേസായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അതുപോലെ പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? സ്പെസിഫിക് കണ്ടീഷൻ ഓഫ് റിയാക്ഷൻ ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ് എക്സെട്ര ഇസ് റിട്ടൺ above or below the arrow mark in writing the chemical equation. കെമിക്കൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ചോദ്യം നമ്പർ 1. If the reactant or product is present as a solution of water, solution of water നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും പാരഗ്രാഫിൽ നിന്ന് എടുത്ത് നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ്. സൊല്യൂഷൻ ഓഫ് വാട്ടർ ഇസ് അക്വസ്. അക്വസിന് നമ്മൾ AQ എന്നാണ് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ലിക്വിഡ് എന്ന് പറയുന്നത് പ്യുവർ ലിക്വിഡ്സ്. ഇപ്പൊ H2O വാട്ടർ, അതൊരു പ്യുവർ ലിക്വിഡ് ആണ്. അപ്പൊ നമുക്ക് L എന്ന് എഴുതാം. അല്ലാതെ സൊല്യൂഷൻ ഇൻ വാട്ടറിനെ എല്ലാം അക്വസ് എന്നാണ് കൊടുക്കുക. അപ്പൊ AQ എന്നാണ് എഴുതേണ്ടത് കേട്ടോ. അടുത്തത് the correct way to represent evolution of gas. Evolution of gas നമ്മൾ G എന്നല്ല കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്, അപ്വേർഡ് ആരോ മാർക്ക് കൊടുത്തിട്ടാണ് എഴുതേണ്ടത്. ഇനി ഡൗൺവേർഡ് ആരോ മാർക്ക് എങ്ങനെ ഇടാം? പ്രിസിപ്പിറ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഈ ലെഫ്റ്റ് റൈറ്റ് ആരോ മാർക്ക് കൊടുക്കുന്നത് റിയാക്ടൻസിനെയും പ്രോഡക്ട്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പൊ അപ്വേർഡ് ആരോ മാർക്കാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തത് കംപ്ലീറ്റ് ദ മിസ്സിംഗ് വേരിയബിൾ given as x and y in the following reaction. ഈ റിയാക്ഷനിൽ എക്സും വൈ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ പ്രോഡക്റ്റിന്റെ സ്റ്റേറ്റ് ആണ്. Na
എന്ന് പറയുന്നത് സോഡിയം, അത് സോളിഡ് സ്റ്റേറ്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. H2O ലിക്വിഡ് ആണ്. ഇത് രണ്ടും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവാം? NaOH എന്ന് പറയുന്നത് അക്വസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, AQ എന്നാണ് അതിന്റെ സ്റ്റേറ്റ് വരേണ്ടത്. അപ്പൊ X എന്ന് പറയുന്നത് AQ ആണ്, ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്. ഓക്കെ, ഇവിടെ ആരോ മാർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് G എന്നുള്ളതാണ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ X is AQ and Y is G, so it is option A. അടുത്തത്, which of the following reaction is balanced? ബാലൻസ്ഡ് റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒറ്റയടിക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ അറിയാം, സോഡിയം ക്ലോറൈഡും വാട്ടറും തമ്മിലുള്ള ഒരു റിയാക്ഷന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ 4 ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതൊക്കെ ഇത് കറക്റ്റ് ആണോ ഇത് കറക്റ്റ് ആണോ നോക്കുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ റിയാക്ഷൻ നമ്മൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. അതായത് NaCl plus H2O gives പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെയാണ്? NaOH വരണം, റൈറ്റ്, പ്ലസ് Cl2 പ്ലസ് H2. ഇനി നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. Na എന്ന് പറയുന്നത് ലെഫ്റ്റിൽ ഒന്നേ ഉള്ളൂ, റൈറ്റിൽ ഒന്നേ ഉള്ളൂ. ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലോറിൻ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ലെഫ്റ്റിൽ ഒരെണ്ണേ ഉള്ളൂ, റൈറ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെയാണ് നമ്മൾ 2 ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ 2 ഇടുമ്പോൾ ക്ലോറിന്റെ കൂടെ മറ്റൊരാളും കൂടെ നിൽക്കുന്നുണ്ട്. ആരാണ്? സോഡിയം. സോഡിയം വീണ്ടും എന്തായി? 2 ആയി. അപ്പൊ ഇപ്പുറത്ത് നമ്മൾ 2 NaOH ഇട്ട് കൊടുക്കണം. അപ്പൊ ഇനി ഒന്നുകൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സോഡിയം 2 എണ്ണം ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്, ക്ലോറിൻ 2 എണ്ണം ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ട്. ഓക്സിജൻ ലെഫ്റ്റിൽ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ. റൈറ്റിലാണെങ്കിൽ NaOH കൂടെയാണ് ഓക്സിജൻ നിൽക്കുന്നത്. അപ്പൊ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഓക്സിജൻ ലെഫ്റ്റിലും റൈറ്റിലും 2 ആയി. ഹൈഡ്രജന്റെ എണ്ണം നോക്കാം. ഇവിടെയാണെങ്കിൽ 4 ഹൈഡ്രജൻ ഉണ്ട്. റൈറ്റിൽ നോക്കുവാണെങ്കിൽ OH 2 ഹൈഡ്രജൻ വന്നു, പിന്നെ ഇവിടെ 2 ഹൈഡ്രജൻ വന്നു. അപ്പൊ ടോട്ടലി 4 ഹൈഡ്രജൻ വന്നു. അപ്പൊ നമ്മുടെ റിയാക്ഷൻ ബാലൻസ്ഡ് ആയി. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മറ്റു രീതിയിലും ചെക്ക് ചെയ്യാം. ഓരോന്നിലും റിയാക്ഷൻ എടുത്തിട്ട് ഇത് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് എഴുതി നോക്കിയാൽ ഈ ഒരു ഓപ്ഷൻ ഏതിലാ വന്നിരിക്കുന്നത് നോക്കാം. അതായത് 2 NaCl plus 2 H2O വരണം. അപ്പൊ ആദ്യത്തേതല്ല, കാരണം അതിൽ 2 NaCl ഇല്ല. രണ്ടാമത്തേതല്ല, കാരണം 2 H2O ഇല്ല. പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് അല്ലെ? മൂന്നാമത്തെ നോക്കുമ്പോൾ 2 NaCl plus 2 H2O gives 2 NaOH plus Cl2 plus H2. നമ്മൾ എഴുതിയ റിയാക്ഷൻ ആണത് അല്ലെ? അപ്പൊ അത് കറക്റ്റ് ആണ്. നാലാമത്തെ ഓപ്ഷൻ റോങ് ആവാൻ കാരണം ഇവിടെ NaOH 2 എണ്ണം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ 2 Na ഉണ്ട്, ഇവിടെ ഒരു Na ഉള്ളൂ. അപ്പൊ ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എല്ലാവരും പഠിച്ചിരിക്കണം. ഏത് റിയാക്ഷൻ വന്നാലും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ അറിയണം. ഇതുപോലെ നമുക്ക് സ്റ്റാൻഡ് ലോൺ MCQs ആയിട്ടും അല്ലെങ്കിൽ കേസ് സ്റ്റഡി ക്വസ്റ്റിന്റെ ഭാഗമായിട്ടൊക്കെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അടുത്തത് ഇന്നത്തെ വീഡിയോയിലത്തെ അവസാനത്തെ ചോദ്യമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് ബാലൻസ്ഡ്? ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓപ്ഷൻസിലോട്ട് കണ്ണോടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം നമ്പർ അല്ല ഇവിടെ പ്രത്യേകം, അതായത് വ്യത്യാസമായിട്ടുള്ളത്. ഓരോ ഓപ്ഷനിലും എല്ലാത്തിലും ഒരു Mg, ഒരു H2SO4, ഒരു MgSO4, ഒരു H2. അപ്പൊ നമ്പറിന്റെ കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഒന്നും വേണ്ട. ഇവിടെ വ്യത്യാസമായിട്ടുള്ളത് എന്താണ്? ഇതിന്റെ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കിയാൽ മതി. മെഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്, അതുകൊണ്ട് തന്നെ അതൊരു സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഓപ്ഷൻ A അല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഓപ്ഷൻ എയില് Mg aqueous എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ദാറ്റ് ഇസ് റോങ്. അടുത്ത് നോക്കുക, H2SO4. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിലാണുള്ളത്? അക്വസ് സ്റ്റേറ്റിലാണ് വരേണ്ടത്. MgSO4 എന്ന് പറയുന്നതും ഒരു അക്വസ് സ്റ്റേറ്റ് ആണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഗ്യാസ് ഇവോൾവ് ആണ്. അത് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി, അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സിയിലും ഡിയിലും H2SO4 ലിക്വിഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ പ്യുവർ ലിക്വിഡ്. H2SO4 എന്ന് പറയുന്നത് ഒരു അക്വസ് സ്റ്റേറ്റിലുള്ള ഒരു ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് അക്വസ് എന്നാണ് അതിന്റെ സ്റ്റേറ്റ് എഴുതേണ്ടത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതാം. അതുപോലെ നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും എല്ലാം കമന്റ് ബോക്സിൽ എഴുതാൻ ശ്രമിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിഗണിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.